44 നദി ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ആ പെരിയാറിൻ്റെ ഹൃദയഭാഗത്തെ നമ്മൾ ഇരിക്കുന്നത്. ഈ 44 നദി ഒഴുകുന്നതിൽ 3 നദി മാത്രം കിഴക്കോട്ട് പോയിട്ട് 41 നദി പടിഞ്ഞാട്ട് ഒഴുകണം. ആ 3 നദി കിഴക്കോട്ട് ഒഴുകണത് കബനി, പവാനി, പാമ്പാർ. ഏറ്റവും നീളം കൂടിയ പെരിയാറും ഏറ്റവും വീതിയുള്ളത് ഭാരതപ്പുഴ. ഇതിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഈ പെരിയാർ ഒഴുകുന്നതിൻ്റെ നേരെ അങ്ങാപ്പുറം ആൾക്കാർ താമസമുണ്ട്. അത് എറണാകുളം ജില്ലയിൽ നമ്മൾ ഇരിക്കുന്ന ഇടുക്കി ജില്ല, 2 ജില്ലയുടെ നടുക്കാണ് പെരിയാർ ഒഴുകുന്നത്. ഇതാണ് ഭൂതം കെട്ടിവെച്ച് അങ്ങേയറ്റം വരെ. ഇങ്ങനെയല്ല ഇരുന്നത്. ഈ കാണുന്ന ഒറ്റ പിടിച്ചിട്ടുണ്ട്. ഈ കല്ലിൻ്റെ വലുപ്പത്തിൽ പൊക്കത്തിൽ അങ്ങേയറ്റം വരെ ഇതിൻ്റെ മുകളിൽ നിന്ന് അവിടം വരെ നടന്നു മാറുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗമായതിൻ്റെ കാരണം 1957 ഭൂതത്താൻകെട്ട് ഡാം പണിത് 15 ഷട്ടർ ഓപ്പൺ ചെയ്തപ്പോൾ ആലുവയ്ക്ക് പോകുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിന്നുകൊണ്ട് അന്നത്തെ സർക്കാർ എഞ്ചിനീയർമാരും കൂടി 3-4 സ്ഥലങ്ങളിൽ തോട്ടം വെച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ ഭൂതം കെട്ടിയതിൻ്റെ മൂന്നിലൊരു ഭാഗവും. ഇത് ഭൂതം കെട്ടാനുള്ള ഏക കാരണം ദേ കാണുന്ന കിണറിനോട് ചേർന്ന് ഒരു തോട് പോയിട്ടുണ്ട്. ആ തോട് പോയി 15 കിലോമീറ്റർ പോയി അവസാനിക്കുന്നത് കോതമംഗലം താലൂക്ക് പിണ്ടിമന വില്ലേജ് തൃക്കാരൂർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന അതിഭയങ്കരമായ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ആ തോടെത്തിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന വനത്തിൻ്റെ പേര് മലയാറ്റൂർ ഡിവിഷൻ തുണ്ട റേഞ്ച് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. എല്ലാ ഭാഗത്തും ഞാൻ പോയിട്ടുണ്ട്. ഒരു 15 കിലോമീറ്റർ കാട്ടിക്കിടത്ത് മാത്രം സഞ്ചരിച്ചാൽ അതിഭയങ്കരമായിട്ട് ഭീകരത തോന്നും, പേടി തോന്നുന്നതായിട്ട് 5 ക്ഷേത്രം ഇവിടെ മുടിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ 3 ശിവക്ഷേത്രം, ഒരു ദുർഗാദേവി ക്ഷേത്രം, ഒരു ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾ കൂടാതെ ആയിരക്കണക്കിന് മുനികൾ തപസ്സിരുന്ന അറകളുണ്ട്. 35 കിലോമീറ്റർ കാട്ടിക്കട മാത്രം സഞ്ചരിച്ചാൽ നമ്മൾ പോയി എത്തുന്നത് 4 സൈസ് ആദിവാസികളുള്ള ഒരു ഊരി ചെന്നെത്തും. ആ ഊരി ചെല്ലുമ്പോൾ അതിഭയങ്കരമായൊരു മലയുണ്ട്. ആ മലയുടെ പേര് കാറ്റൂതി മലയെന്നാണ്. ആ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ പരിപൂർണമായിട്ട് വിശ്വാസം പോയ ഒരു കാഴ്ച കാണാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ പച്ചയ്ക്ക് ബലി കൊടുക്കുന്ന ബലിപ്പാണ്. എല്ലാം ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം മുടിയെടുപ്പുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് തുണ്ടത്തിൽ ശിവക്ഷേത്രം. അതിൻ്റെ ചുറ്റുമതിലുകളും ശിവലിംഗങ്ങളൊക്കെ പൊട്ടിത്തകർന്ന് കിടക്കുന്നതിനിടയ്ക്ക് ആ കാലത്ത് മേഞ്ഞ കണ്ടമാന മൂടുകൾ പൊട്ടിച്ചതറി ഇപ്പോഴും കിടപ്പുണ്ട്. 30 വർഷം മുമ്പ് കുറേ ഗവേഷകർ വന്ന് ഈ ഊടുകൾ പറക്കിയെടുത്തതിനെ പരിശോധനയ്ക്ക് കിട്ടും. 1.5 മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു ഇങ്ങനെയാണ്. ഈ ഊട് നിർമ്മിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വ്യക്തമായ തെളിവോടുകൂടി എൻ്റെ റിസൾട്ട് വന്നു. അപ്പം നമ്മളൊന്ന് മനസ്സിലാകും. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഊടും ക്ഷേത്രങ്ങളും മുനിയറകളും മനുഷ്യനെ ബലി കൊടുക്കുന്ന കല്ലുകളൊക്കെ ഈ വനാന്തരങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വനാന്തരങ്ങളിലൊക്കെ മനുഷ്യൻ ജീവിച്ചിരുന്നതിൻ്റെ ഏക തെളിവായി. പക്ഷേ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു എന്ന ഐതിഹ്യം പറയുന്നത്. ഹിന്ദു പുരാണമനുസരിച്ച് പരമശിവൻ, പാർവതി, ഗംഗാദേവി, മഹാവിഷ്ണു, ഗണപതി, സരസ്വതി, ഒത്തിരി ദൈവങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ. ഇനിയാണ് ഇതിൻ്റെ കഥ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരമശിവനും പാർവതിയും തുണ്ടത്തിൽ ക്ഷേത്രത്തിലാണ്. ഒരു ദിവസം പരമശിവൻ പാർവതിയോട് പറഞ്ഞു, എനിക്ക് ഈ പുഴ കടന്ന് തൃക്കാരൂർ ക്ഷേത്രത്തിൽ ഒരു തപസ്സുണ്ട്. ആ തപസ്സിന് എനിക്ക് മുടക്കാൻ പറ്റില്ല. ആ തപസ്സിന് ഞാൻ പോകണമെങ്കിൽ എൻ്റെ ഭാര്യയായ പാർവതിദേവി ഞാൻ പോയിട്ട് തിരിച്ച് വരുന്നവരെ വളരെ ഭക്തിയോടെ ശുദ്ധിയോടെ ക്ഷേത്രത്തിനകത്തിരുന്നാൽ മാത്രമേ പോവുള്ളൂ എന്ന് പരമശിവൻ കൽപ്പിച്ചു. കേട്ടപ്പോൾ സത്യമാണെന്ന് കരുതി പാർവതി തലകുലുക്കി സമ്മതിച്ചു. ധൈര്യമായിട്ട് പൊക്കോ, തിരിച്ച് വരുന്നവരെ അവിടെ കാണുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അവിടെ പിടിച്ചെടുത്തി പരമശിവൻ തപസ്സിനും. 1 മാസം അവധി പറഞ്ഞു പോയ ഈ പരമശിവൻ 3 മാസം കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ കാണാൻ വരികയോ തിരിഞ്ഞു നോക്കുകയോ എത്തി നോക്കുകയോ ചെയ്തില്ല. പാർവതിക്ക് ആകെ വിഷമമായി, സങ്കടമായി, ദേഷ്യമായി. ഇദ്ദേഹത്തെ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയണം. അവസാനം പാർവതി ഒരു തീരുമാനമെടുത്തു. 3 മാസമായിട്ട് എൻ്റെ പതി എന്നെ കാണാൻ വന്നില്ലെങ്കിൽ 1 മാസത്തോടെ കാത്തിരുന്ന് പരമശിവനെ അന്വേഷിക്കുവാൻ തീരുമാനിച്ചു. പെട്ടെന്ന് 4 മാസവും കടന്നു. പാർവതി ഇവിടെ നിന്നിറങ്ങി ഈ പുഴ കടന്ന് ഈ 15 കിലോമീറ്റർ താണ്ടി അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് പരമശിവൻ്റെ തപസ് കണ്ടത് വെറും പച്ച കള്ളമായി. നമ്മൾ പരമശിവനെ കാണുന്നത് എങ്ങനെയാണ്? അടിക്കടി ഇറങ്ങുന്ന സീരിയലും പഴയ കണ്ടു നോക്കിയാൽ വ്യക്തമായിട്ട് പഴയ കണ്ടി കാണാം. കറുത്ത മനുഷ്യനാണ്, കഴുത്തിൽ പാമ്പുണ്ട്, ചൂലുണ്ട്, ഉടുക്കുണ്ട്, ചന്ദ്രക്കര ഉണ്ടെങ്കിലും ഒന്നോടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കെല്ലാവർക്കും കാണാം പരമശിവൻ്റെ ജടയ്ക്കുള്ളിൽ ഒരു പെണ്ണിരിപ്പുണ്ട്. അതാണ് ഗംഗാദേവി. പുള്ളി തപസ്സെന്ന് പറഞ്ഞ് പോയത് ഗംഗാദേവിയും പൊക്കിക്കൊണ്ടാണ് പോയത്. അവിടെ പോയി 2 സുഖമായിട്ട് അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം ഭാര്യ ഇവിടുന്ന് കയറിക്കണ്ടത്. 2 ദേവികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം നോക്കിയപ്പോൾ ശിവൻ അവിടുന്ന് വയ്യ മുങ്ങിപ്പോയി.
അവിടെ തോറ്റ പാർവതി കലിതുള്ളി ഒരു അഗ്നിജാലയെ പോലെ പെരിയാറ്റയ്ക്ക് വന്ന് താഴേക്ക് കൈയും കൊടുത്ത് ഉറക്കി ഇരിപ്പാണ്. ഇരുന്നാലോചിച്ച് ഇതാണ്, എൻ്റെ ഭർത്താവിനെ അപകരിച്ചെടുത്ത തൃക്കാരൂർ ദേശം നശിപ്പിച്ച് ശിവനെ അവിടെ നിന്ന് ഇളക്കണം. അതിന് തോക്കും തോട്ടയും പോകുമ്പോഴൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇളക്കും? 3 ദിവസക്കാലം ഇരുന്നപ്പോൾ പാർവതിക്ക് ഒരു ചെറിയായിരിക്കും. ആ കയറുന്ന തോടിൻ്റെ തൊട്ട് താഴെ ഇവിടെ പെരിയാറിന് വട്ടം ഒരു മതിൽ പോലെ ഒരു ചിറ തീർത്താൽ ഈ വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തിയാൽ ഈ വെള്ളം കപ്രിക്കാട്, പാനേരി, പോര, കോടനാട്, ആലുവ, മലയാറ്റൂർ വെള്ളം വൻ ശക്തിയായിട്ട് ഒഴുകി തന്നാൽ ആദ്യം 3 തൃക്കാരൂർ ക്ഷേത്രം, 2ാമത് കോതമംഗലം, 3ാമത് പിണ്ടി മെനക്കര. ഇങ്ങനെ ഒരു ചിറ കെട്ടി എല്ലാം വെള്ളത്തിനടിയിലായി ശിവൻ അവിടെ ഇളകി. സന്തോഷം. എത്രയും വേഗം ഈ ചിറ കെട്ടണം. സ്വന്തമായിട്ട് കെട്ടാൻ കഴിവില്ലാത്ത പാർവതി ഇത് കെട്ടാൻ വേണ്ടി നേരെ പോയത് ഭൂതഗണങ്ങളുടെ അടുത്തേക്ക്. എല്ലാ ഭൂതങ്ങളും ഒരു കൂട്ടായ്മ കൂടി വിളിച്ച് ഈ വർക്ക് അവരെ ഏൽപ്പിച്ചപ്പോൾ അവരൊരു എഗ്രിമെൻ്റ് വെച്ചു, ഒരു രാത്രി മാത്രം വരാം, പിന്നെ ഞങ്ങളെ വിളിക്കരുത്. കാരണം ഞങ്ങൾ ഭൂതഗണങ്ങളെല്ലാം ശിവൻ്റെയാണ്. പാർവതി പറഞ്ഞുകൊണ്ട് രാത്രി ശരി, ഒരു രാത്രി കൊണ്ട് പൂർത്തിയാക്കാൻ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. രാത്രി എടുത്ത് വെച്ച കല്ലാണ് ഭൂതങ്ങളിൽ. ഈ കല്ലിൻ്റെ വലുപ്പത്തിൽ അങ്ങേയറ്റം വരെ പൊക്കത്തി കെട്ടി നിർത്തി അപ്പുറേന്ന് കെട്ടി ഇങ്ങോട്ട് കൊണ്ടു. ഈ കഥ കഴിയുമ്പോൾ നിങ്ങൾ പോയി നോക്കി. ഇത്രയും വീതിയിൽ വരുന്ന പെരിയാർ ഒരു കൈത്തോടാക്കി വെച്ചു. അവിടെ അടയ്ക്കാനുള്ള 12 കല്ലും അവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാ ഭൂതങ്ങളും കുറച്ചുകാരും വിശ്രമം കഴിഞ്ഞു. ആ കുണ്ട വെച്ച കല്ലെടുത്ത് അടച്ച് പണി പൂർത്തീകരിച്ച് പോകാൻ വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ ശിവന് തോന്നിയത്. പാർവതി വന്ന് കണ്ടേച്ചു പോയ കാഴ്ച മോശമാണ്, അതുകൊണ്ട് അവൾ പ്രതികരിക്കും. അവൾ എങ്ങനെയാണ് പ്രതികരിക്കണമെന്ന് അറിയാൻ വേണ്ടി പാർവതി വീഴ്ചയോ പരമശിവനാൻ പരന്നുപോയി. പാർവതി ഭൂതങ്ങളെ കൂടി 3/4 ഭാഗം പണിയെത്തി. 1/4 ഭാഗം കിട്ടാൻ ഇതൊക്കെ നിറഞ്ഞ് വെള്ളത്തിൽ അടിപ്പും, അവിടെ വെള്ളം കിട്ടില്ല, എല്ലാം നശിക്കും. ഇത് തടഞ്ഞേ പറ്റുള്ളൂ. ബുദ്ധിമാനായ പരമശിവൻ തിരക്കാർ ഭാഗത്തു നിന്ന് അഴകൊള്ള ഒരു പൂവൻ കൂടവേഷത്തിൽ വേഗം പറന്ന് അവിടെ ഒരു അക്കരെ കയറി ഒരു കൂർത്ത കല്ലിരിപ്പുണ്ട്, അതിൻ്റെ മുകളിൽ കയറി അനങ്ങാതിരുന്നു. പക്ഷേ ഇത് ഭൂതങ്ങൾ അറിയുന്നില്ല. ഭൂതങ്ങളുടെ വിശ്രമം കഴിഞ്ഞ് കൊണ്ടുവച്ച കല്ലെടുത്ത് അടയ്ക്കാതെ എല്ലാ ഭൂതങ്ങളും ഓടിച്ചെന്ന് കല്ലെടുക്കാൻ കുനിഞ്ഞപ്പോൾ ആ കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറുന്ന 2 ചിറകിട്ട് അടിച്ച് ഉറക്കാൻ 3 പ്രാവശ്യം കോഴിയായിട്ട് നീട്ടി കൊടുക്കും. കോഴി കൂഴിക്കഴിഞ്ഞാൽ നേരം വെളുത്തുപോയ ഈ ഭൂതപിശാചുകളുടെ ശക്തിയോ ഇവർക്ക് രാത്രി മാത്രമേ ശക്തിയുള്ളൂ. അതിൽ തലവനായ ഭൂതം പറഞ്ഞ് ഇനി ഒരു നിമിഷം മുൻ നിൽക്കണ്ട, ജനങ്ങൾ നമ്മളെ കണ്ടാൽ തിരിച്ചറിയാം, അതുകൊണ്ട് ഇത് ഉപേക്ഷിച്ച് പോകാമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതാണ്. അക്കരെ കടന്നു തന്നെ 12 കല്ലും ഇതുപോലെ കഴുകി തുടച്ചിട്ട് അരിപ്പുണ്ട്. ആ 12 കല്ലും ഈ ഇതിനകത്ത് കാണുന്ന 5 ക്ഷേത്രങ്ങളും മുനി ഇറകളും മനുഷ്യനെ ബലി കൊടുക്കുന്ന കല്ലും ഓടും നിങ്ങൾ കയറാണ്ട് പോയ ഗുഹയും ഈ കെട്ടും കണ്ടിട്ടാണ് ഇതിന് സത്യത്തിൽ ഈ ഭൂതത്താൻ കെട്ടെന്നുള്ള പേര് വരാൻ കാരണം. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യ കഥ. ഓക്കെ.